भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണി ദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധ അധ ഏകോനാശിതിതമോധ്യായ. ശ്രീശുക ഉവാച തതഃ പർവണ്യുപാവൃത്തെ പ്രചണ്ഡപ്പാം സുവർഷണ ഭീമോ വായുരഭൂദ്രാജൻ പൂയഗന്ധസ്തു സർവശ. തതോ മേധ്യമയം വർഷം ബല്വലേന വിനിർമ്മിതം അഭവൽ യജ്ഞശാലായാം സോന്വദൃശ്യത ശൂലധൃക്. തം വിലോക്യ ബൃഹത്കായം ഭിന്നാഞ്ജനചയോപമം തപ്തതാമ്രശിഖാശ്മശ്രും ദംഷ്ട്രോഗ്രഭൃകുടീമുഖം. സസ്മാരമുസലം രാമ പരസൈന്യവിദാരണം ഹലം ച ദൈത്യദമനം തേ തൂർണമുപതസ്ഥതു. തമാകൃഷ്യ ഹലാഗ്രേണ ബല്വലം ഗഗനേചരം മുസലേനാഹനൽ ക്രുദ്ധോ മൂഢ്നി ബ്രഹ്മദ്രുഹം ബല. സോപതൽ ഭുവി നിർഭിന്നലലാടോ സൃംസമുത്സൃജൻ മുഞ്ചന്നാർത്തസ്വരം ശൈലോ യഥാ വജ്രഹതോരുണ. സംസ്തുത്യ മുനയോ രാമം പ്രയുജ്യാവിതധാശിഷ അഭ്യഷിഞ്ചൻ മഹാഭാഗ വൃത്രഘ്നം വിബുധായഥാ. വൈജയന്തിം ദദുർമാലാം ശ്രീധാമാംളാന പങ്കജാം രാമായ വാസസീ ദിവ്യേ ദിവ്യാന്യാഭരണാനി ച. അഥ തൈരഭ്യനുജ്ഞാതാ കൗശികീമേത്യ ബ്രാഹ്മണൈ സ്നാത്വാ സരോവരമഗാൽയതഃ സരയുരാസ്രവൽ. അനുസ്രോതേന സരയും പ്രയാഗമുപരിഗമ്യ സാ സ്നാത്വാ സന്ദർപ്യ ദേവാദീൻ ജഗാമ പുലഹാശ്രമം. ഗോമതിം ഗണ്ഡകിം സ്നാത്വാ വിപാശാം ശോണ ആപ്ലുത ഗയാം ഗത്വാ പിതൃനിഷ്ട്വാ ഗംഗാസാഗര സംഗമേ. ഉപസ്പൃശ്യ മഹേന്ദ്രാദ്രൗ രാമം ദൃഷ്ട്വാഭിവാദ്യ ച സപ്തഗോദാവരീം വേണാം പമ്പാം ഭീമരഥീം തഥാ. സ്കന്ദം ദൃഷ്ട്വാ യയൗ രാമ ശ്രീശൈലം ഗിരിശാലയം ദ്രവിഡേഷു മഹാപുണ്യം ദൃഷ്ട്വാദ്രിം വേങ്കടം പ്രഭു. കാമകോഷ്ണീം പുരീം കാഞ്ചീം കാവേരീം ച സരിദ്വരാം ശ്രീരംഗാഖ്യം മഹാപുണ്യം യത്ര സന്നിഹിതോ ഹരി. ഋഷഭാദ്രിം ഹരേ ക്ഷേത്രം ദക്ഷിണാം മധുരാം തഥാ സാമുദ്രം സേതുമഗമൻ മഹാപാതകനാശനം. തത്രായുധമദാധേനുർബ്രാഹ്മണേഭ്യോ ഹലായുധ കൃതമാലാം താമ്രപർണിം മലയം ച കുലാചലം.
തതധാൽഗുണമാസാദ്യ പഞ്ചാപ്സരസമുത്തമം വിഷ്ണു സന്നിഹിതോ യത്ര സ്നാത്വാ സ്പർശൽഗവായുതം തതോഭിവ്രജ്യ ഭഗവാൻ കേരളാം സ്തുത്രിഗർത്തകാൻ ഗോകർണാഖ്യം ശിവക്ഷേത്രം സാന്നിധ്യം യത്ര ധൂർജടേ ആര്യാം ദ്വൈപായനീം ദൃഷ്ട്വാ ശൂർപാരകമഗാൽബല താപീം പയോഷ്ണിം നിർവിന്ധ്യാമുപസ്പൃശ്യാധദണ്ഡകം പ്രവിശ്യ രേവാമഗമൽ യത്ര മാഹിഷ്മതീപുരി മനുതീർത്ഥമുപസ്പൃശ്യ പ്രഭാസം പുനരാഗമൽ ശ്രുത്വാ ദ്വിജൈകഥ്യമാനം കുരുപാണ്ഡവ സംയുഗേ സർവരാജ്യന്യനിധനം ഭാരം മേനേ ഹൃദം ഭുവ സഭീമ ദുര്യോധനയോർഗദാഭ്യാം യുദ്ധ്യതോർമൃധേ വാരയിഷ്യൻ വിനശനം ജഗാമ യദുനന്ദന യുധിഷ്ഠിരസ്തു തം ദൃഷ്ട്വാ യമൗ കൃഷ്ണാർജുനാവപി അഭിവാദ്യാഭവം സ്തൂഷ്ണീം കിം വിവക്ഷുരിഹാഗത ഗദാപാണി ഉഭൗ ദൃഷ്ട്വാ സംരബ്ധൗ വിജയൈഷിണൗ മണ്ഡലാനി വിചിത്രാണി ചരന്താവിതമബ്രവീൽ യുവാം തുല്യബലൗ വീരൗ ഹേ രാജൻ ഹേ വൃകോദര ഏകം പ്രാണാധികം മന്യേ ഉതൈകം ശിക്ഷയാധികം തസ്മാദേകതരസ്യേഹ യുവയോ സമവീര്യയോ ന ലക്ഷ്യത്തെ ജയോന്യോ വാ വിരമത്വഫലോരണ ന തദ്വാക്യം ജഗൃഹതുർബദ്ധവൈരോ നൃപാർത്ഥവൽ അനുസ്മരന്താവന്യോന്യം ദുരുക്തം ദുഷ്കൃതാനി ച ദിഷ്ടം തദനുമന്വാനോ രാമോ ദ്വാരവതിം യയൗ ഉഗ്രസേനാദിഭിപ്രീതൈർജ്ഞാതിഭി സമുപാഗത തം പുനർനൈമിഷം പ്രാപ്തമൃഷയോ യാജയന്മുദാ ക്രത്വംഗം ക്രതുഭിഃ സർവൈർനിവൃത്താഖില വിഗ്രഹം തേഭ്യോ വിശുദ്ധ വിജ്ഞാനം ഭഗവാൻ വ്യതരദ്വിഭൂ യേനൈവാത്മന്യതോ വിശ്വമാത്മാനം വിശ്വഗം വിദു സ്വപത്ന്യാവഭൃതസ്നാതോ ജ്ഞാതിബന്ധുസുഹൃവൃത രേജേ സ്വജോത്സ്നയേവേന്ദു സുവാസ സുഷ്ട്വലങ്കൃത യോനുസ്മരേത രാമസ്യ കർമാണ്യത്ഭുതകർമ്മണ സായം പ്രാതരനന്ദസ്യ വിഷ്ണോ സദയിതോ ഭവേൽ. ശ്രീഹരേ നമഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ബലദേവതീർത്ഥയാത്രാ നിരൂപണം നാമ ഏകോനാശീതിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഭഗവാന്റെ അനൽപമായ കാരുണ്യാതിരേകം കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 690 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിൽ 79 അധ്യായം, അതാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. അവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് നൈമിഷാരണ്യത്തിൽ ഋഷീശ്വരന്മാർ അവരുടെ ആഗ്രഹത്തെ അറിയിക്കുകയാണ്. ഇല്വലന്റെ പുത്രനായ ബല്വലൻ എല്ലാ അമാവാസി തോറും പർവണി വാവു തോറും ഇവിടെ വന്ന് ഞങ്ങളുടെ യാഗത്തെ ദുഷിപ്പിക്കണു, അവനെ ഇല്ലാതെയാക്കണം. അതാണ് ഞങ്ങളുടെ അഭീഷ്ടം, ഞങ്ങളുടെ ആഗ്രഹം അതാണ്. ഈ അഭീഷ്ടത്തെ സാധിപ്പിച്ചു തരണേ എന്ന് പറയുകയാണ്. ഇത് കേട്ടിട്ട് ഭഗവാൻ ചെയ്ത, ബലരാമസ്വാമി ചെയ്ത അത്ഭുതകരമായ ലീലയാണ് ശ്രീ ശിവബ്രഹ്മർഷി 79 അധ്യായത്തിന്റെ ആദ്യത്തിൽ വർണ്ണിക്കുന്നത്.
തത പർവണ്യുപാവൃത്തെ പ്രചണ്ഡ പാംസുവർഷണ ഭീമോ വായുരഭൂദ്രാജൻ പൂയഗന്ധസ്തു സർവശ. തഥാ അനന്തരം പരീക്ഷിത്തേ രാജാവേ പർവണി ഉപാവൃത്തെ വാവ് വന്നപ്പോ പാംസുവർഷണ പൊടികൾ വർഷിക്കുന്ന ഭീമമായ അതിഭയങ്കരമായിരിക്കുന്ന പ്രചണ്ഡ വായു കൊടുങ്കാറ്റ് ഉണ്ടായി. സർവശ പൂയഗന്ധതു എല്ലായിടത്തും ദുർഗന്ധവും നിറഞ്ഞു അതോടുകൂടി എന്നാണ്. അപ്പോ വാവിന്റെ ദിവസം വെല്ലുവലൻ വരുന്നു. അവൻ ഈ മായാവിദ്യ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ്. അതികഠിനമായ പൊടി എല്ലാ ദിക്കിലും വ്യാപിക്കുന്നു. അതിഭയങ്കരമായ കാറ്റ്, ദുർഗന്ധം. തതോ അമേധ്യമയം വർഷം ബല്വലേന വിനിർമ്മിതം അഭവൽ യജ്ഞശാലായാം സ്വന്വദൃശ്യത ശൂലധൃക്. തഥാ പിന്നെ ബല്വലേനാൽ വിനിർമ്മിതം നിർമ്മിക്കപ്പെട്ട, വിശേഷേണ നിർമ്മിക്കപ്പെട്ട അമേധ്യമയം വിൺമൂത്രരൂപമായ വർഷം മഴ ഉണ്ടായി എന്നാണ്. യജ്ഞശാലായാം യാഗശാലയിൽ അഭവതുണ്ടായി, മലമൂത്രങ്ങൾ പെയ്യാൻ തുടങ്ങിയെന്നാണ്. ശൂലധൃക് ശൂലത്തെ ധരിച്ചിരിക്കുന്ന അവൻ അന്വദൃശ്യത അതിനുശേഷം അവനെ ആ ബല്വലനെ അവിടെ കാണാൻ സാധിച്ചു. തം വിലോക്യ ബൃഹത്കായം ഭിന്നാഞ്ജനചയോപമം തപ്തതാമ്രശിഖാശ്മശ്രും ദംഷ്ട്രോഗ്രഭൃകുടീമുഖം. ബൃഹത്കായം ഭിന്നാഞ്ജനചയോപമം വലിയ ശരീരം, ഭിന്നമായ അഞ്ജനചയം ഉപമയോടുകൂടിയവനും എന്നാണ്. അപ്പൊ ഇവിടെ തപ്തതാമ്ര ശിഖാശ്മശ്രു തപ്തമായ താമ്രം പോലെ, ചെമ്പു പോലെ ചെമ്പിച്ചിരിക്കുന്ന തലമുടി, മുഖരോമങ്ങൾ, ദംഷ്ട്രോഗ്ര ഭൃകുടീ മുഖം, ദംഷ്ട്രകളാൽ ഉഗ്രമായ ഭൃകുടികളോടുകൂടിയിരിക്കുന്ന മുഖത്തോടുകൂടിയ തം വിലോക്യ അവനെ കണ്ടിട്ട് അഞ്ജനപർവ്വതം പൊട്ടി വീണതുപോലെ, ഇതാണ് ഭിന്നാഞ്ജനചയോപമം, വലിയൊരു അഞ്ജനപർവ്വതം പൊട്ടി വീണതുപോലെ കറുത്തും അതേപോലെ വലുതായുമിരിക്കുന്ന ദേഹം, പഴുപ്പിച്ച ചെമ്പു പോലെയുള്ള തലമുടിയിലും മുഖത്തെ ശ്മശ്രുക്കളും മുഖരോമങ്ങളും, ദംഷ്ട്രകൾ കൊണ്ട് ഭയങ്കരമായിരിക്കുന്ന മുഖത്ത് പുരികക്കൊടികൾ ഇങ്ങനെ ചുളിച്ചും കൊണ്ടിരിക്കുന്നു, വളച്ചും കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്ന ബല്വലനെ അവിടെ തം വിലോക്യ അവനെ കണ്ടിട്ട് ബലരാമസ്വാമി എന്ത് ചെയ്തു? സസ്മാരമുസലം രാമ പരസൈന്യവിദാരണം ഹലം ച ദൈത്യദമനം തേ തൂർണമുപതസ്ഥതു. പരസൈന്യവിദാരണം ശത്രു സൈന്യത്തെ നശിപ്പിക്കുന്ന ആ മുസലത്തെയും ദൈത്യദമനം അസുരന്മാരെ ആ അടിച്ചമർത്തുന്ന ഹലത്തെയും രാമഹ സസ്മാര രാമൻ സ്മരിച്ചു. തേ തൂർണം ഉപതസ്ഥതു അത് രണ്ടും രാമന്റെ കയ്യിൽ വന്നു ചേർന്നു കഴിഞ്ഞു എന്നാണ്. രാമൻ തീർത്ഥയാത്രയ്ക്ക് വന്നതാണ്, ആയുധങ്ങൾ കയ്യിലില്ല. തന്റെ യോഗശക്തി കൊണ്ട് ആ ഹലായുധത്തെയും മുസലായുധത്തെയും ബലരാമസ്വാമി മനസ്സിൽ വിചാരിച്ചു. അത് രണ്ടും ഭഗവാന്റെ കയ്യിലെത്തി, കലപ്പയും മുലക്കയും. തമാകൃഷ്യ ഹലാഗ്രേണ ബല്വലം ഗഗനേചരം മുസലേന ആഹനൽ ക്രുദ്ധോ മൂർധ്നി ബ്രഹ്മദ്രുഹം ബല. ഗഗനേചരം ബല്വലം തം ആകാശത്തുകൂടി സഞ്ചരിക്കുന്ന ആ ബല്വലനെ ഹലാഗ്രേണ ഹലത്തിന്റെ അഗ്രം കൊണ്ട്, കലപ്പ കൊണ്ട് ആകർഷിച്ചിട്ട് ക്രുദ്ധഹ ബലഹ ദേഷ്യപ്പെട്ട ബലരാമസ്വാമി ബ്രഹ്മദ്രുഹം മുസലേന മൂർധ്നി അഹന ആ ബ്രാഹ്മണരെ ദ്വേഷിക്കുന്ന, അവർക്ക് പലതരത്തിലുള്ള ദോഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവന്റെ തലയിൽ മുസലം കൊണ്ട് മൂർധാവിൽ ആഞ്ഞടിച്ചു എന്നാണ്. ഹലായുധം കൊണ്ട് വലിക്കുകയും മുസലം കൊണ്ട് അടിക്കുകയും ചെയ്തു. സോപതദ്ഭുവി നിർഭിന്ന ലലാടോസൃക് സമുത്സൃജൻ മുഞ്ചൻ ആർത്തസ്വരം ശൈലോ യഥാ വജ്രഹതോരുണ. നിർഭിന്ന ലലാട പൊളിഞ്ഞ തലയോടുകൂടിയവനായ അവൻ അസൃക് സമുത്സൃജൻ രക്തത്തെ ആ പുറത്തേക്ക് വരുത്തുന്നവനായി ആർത്തസ്വരം ഉറക്കെ കരഞ്ഞും കൊണ്ട്, മുഞ്ചൻ പുറപ്പെടുവിച്ചും കൊണ്ട്, അരുണഹ രക്തവർണ്ണമുള്ളവനായി, വജ്രഹത ശൈല യഥ വജ്രായുധം കൊണ്ട് ഹനിക്കപ്പെട്ട
ശൈലം പോലെ, ഒരു പർവ്വതം പോലെ ഭുവി ആപതൽ, ഭൂമിയിൽ വീണു. ഇവിടെ വജ്രായുധം കൊണ്ട് ചിറകു മുറിച്ചു ദേവേന്ദ്രൻ പർവ്വതങ്ങളുടെ എന്നാണ് പറയാറുള്ളത്. അപ്പൊ അതേപോലെ ദേഹമാസകലം ആ രക്തം നിറഞ്ഞതുകൊണ്ട് അരുണനിറത്തിലേക്കായി മാറി, ചുവന്ന നിറമായി അവന്. മുസലം കൊണ്ടുള്ള അടിയേറ്റപ്പോ വെല്ലുലന്റെ തല തകർന്നു, രക്തം ഛർദിച്ചു, ഉറക്കം നിലവിളിച്ചു. അവിടെ ദാ ഭൂമിയില് മറിഞ്ഞു വീഴുകയും ചെയ്തു. സംസ്തുത്യ മുനയോ രാമം പ്രയുജ്യാവിതഥാശിഷ അഭ്യഷിഞ്ചൻ മഹാഭാഗ വൃത്രഘ്നം വിബുധായധ. മഹാഭാഗ മുനയാ വൃത്രഘ്നം വിബുധായധ. മഹാന്മാരായ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന മുനികൾ വൃത്രനെ ഹനിച്ചവനെ, ദേവേന്ദ്രനെ വിബുധായധ, വിബുധന്മാര് ദേവന്മാരെന്നതുപോലെ രാമം സംസ്തുത്യ, ബലരാമനെ വേണ്ട പോലെ സ്തുതിച്ചിട്ട് അവിതഥാശിഷ, വ്യർത്ഥമല്ലാത്ത അനുഗ്രഹങ്ങളെ പ്രയോഗിച്ചിട്ട് അഭ്യഷിഞ്ചൻ, അഭിഷേകം ചെയ്തു എന്നാണ്. ഇവിടെ ഋഷികൾ ബല്വലനെ സംഹരിച്ച ബലരാമനെ, വൃത്രാസുരനെ നിഗ്രഹിച്ച ദേവേന്ദ്രനെ എങ്ങനെയാണോ ദേവന്മാര് വേണ്ട പോലെ സ്തുതിച്ചത്, അതേപോലെ ബലരാമസ്വാമിയെ ഇവരൊക്കെ സ്തുതിച്ചു. അങ്ങനെ നിരവധിയായിരിക്കുന്ന, ഒരിക്കലും വിഫലമാവാത്ത സഫലമായ അനുഗ്രഹങ്ങൾ ചെയ്തും കൊണ്ട് മൂർധാവിൽ അഭിഷേകം ചെയ്യുകയും ചെയ്തു. അഭ്യഷിഞ്ചൻ മഹാഭാഗ, അവര് ഋഷികള് ബലരാമസ്വാമിയെ അഭിഷേകം ചെയ്യുന്നു. വൈജയന്തിം ദദുർമാലാം ശ്രീധാമാംളാന പങ്കജം പങ്കജാം രാമായ വാസസി ദിവ്യേ ദിവ്യാന്യാഭരണാനി ച. എന്തൊക്കെയാ കൊടുത്തത്? ശ്രീധാമാംളാന പങ്കജം, ശ്രീയുടെ സ്ഥാനമായി ശ്രീധാമം ആയിരിക്കുന്ന വാടാത്ത താമരപ്പൂക്കളോട് കൂടിയ വൈജയന്തിയും മാലാം, വൈജയന്തി എന്ന് പേരുള്ള മാലയെയും ദിവ്യേ വാസസി, രണ്ട് വസ്ത്രങ്ങളും, ഒന്ന് ഉടുക്കാനും ഒന്ന് ഉത്തരീയമായിട്ടും, ദിവ്യാനി ആഭരണാനിച്ച, ദിവ്യങ്ങളായിരിക്കുന്ന ആഭരണങ്ങളെയും രാമായ ദദു, രാമന് ദാനം ചെയ്തു. ഏറ്റവും പ്രകാശമുള്ള വാടാത്ത ആ താമരദളങ്ങൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ വൈജയന്തി എന്ന മാല, ദിവ്യമായ രണ്ട് പട്ടുവസ്ത്രങ്ങൾ, അതിമനോഹരമായത്, പിന്നെ ദിവ്യമായ ആഭരണങ്ങൾ, ഇതൊക്കെ ബലരാമസ്വാമിക്ക് അവിടുന്ന് കൊടുത്തു എന്നും പറയുന്നു. അങ്ങനെ അഥ തൈരഭ്യനുജ്ഞാത കൗശികീമേത്യ ബ്രാഹ്മണൈ സ്നാത്വാ സരോവരമഗാൽ യത സരയുരാസ്രവൽ. അഥ തൈ അഭ്യനുജ്ഞാത, അതിനുശേഷം അവരാൽ അനുവാദം നൽകപ്പെട്ട ബലരാമൻ ബ്രാഹ്മണൈ, ബ്രാഹ്മണരോടുകൂടി കൗശികിം ഏത്യ, കൗശികി നദിയിലേക്ക് എത്തി, സ്നാത്വ, അവിടെ സ്നാനം ചെയ്ത്, യഥാ സരയു ആസ്രവൽ, എവിടെ നിന്നാണോ സരയൂ നദി ഉത്ഭവിക്കുന്നത്, സരോവരം, ആ ശ്രേഷ്ഠമായ സരസ്സിലേക്ക് എത്തിച്ചേർന്നു. ആദ്യം മുനിമാരോട് യാത്ര പറഞ്ഞു, ബ്രാഹ്മണരോടുകൂടി നേരെ കൗശികി നദിയിൽ പോയി അവിടെ കുളിച്ചു. സരയൂ നദിയുടെ ഉത്ഭവസ്ഥാനമായ സരസ്സിലേക്കും എത്തി, അവിടെയും സ്നാനം ചെയ്തു. അനുസ്രോതേന സരയും പ്രയാഗമുപഗമ്യ സ്നാത്വാ സന്ദർപ്യ ദേവാദീൻ ജഗാമ പുലഹാശ്രമം. സരയും അനുസ്രോതേന, സരയൂ നദിയുടെ തീരത്തുകൂടി ഇങ്ങനെ നടന്ന് പ്രയാഗത്തിലേക്ക് എത്തി, അവിടെ കുളിച്ച് ദേവാദികളെ സന്ദർപ്പണം ചെയ്ത് തർപ്പണമൊക്കെ ചെയ്ത് സന്തോഷിപ്പിച്ച് പുലഹാശ്രമം ജഗാമ, പുലഹാശ്രമത്തിലേക്ക് പോയി എന്നാണ്. സരയൂ നദിയുടെ തീരത്തുകൂടി പ്രയാഗത്തിലേക്ക് എത്തി, അവിടെ സ്നാനം ചെയ്തു, തർപ്പണം ദാനം തുടങ്ങിയ ചെയ്തു. അതിനുശേഷം ഹരിക്ഷേത്രത്തിലേക്ക് അവിടെ എത്തിച്ചേർന്നു. ഗോമതിം ഗണ്ഡകിം സ്നാത്വാ വിപാശാം ശോണ ആപ്ലുത ഗയാം ഗത്വാ പിതൃനിഷ്ട്വാ ഗംഗാസാഗര സംഗമേ. പിന്നെ ഗോമതിം ഗണ്ഡകിം വിപാശാം സ്നാത്വ, ഗോമതിയില് ഗണ്ഡകി നദിയില് വിപാശയിലൊക്കെ കുളിച്ചിട്ട് ശോണേ, ശോണം എന്നുള്ള നദത്തിൽ ആപ്ലുത, സ്നാനം ചെയ്ത്, ഗയാം ഗത്വ, ഗയയിലേക്ക് പോയി, പിതൃൻ ഇഷ്ട്വ, പിതൃക്കളേക്ക് യജിച്ച്,
ഗംഗാസാഗര സംഗമേ, ഗംഗ സമുദ്രത്തിൽ ചേരുന്നിടത്ത് എത്തിച്ചേർന്നു. ഗോമതി, ഗണ്ഡകി, വിപാശ, 3 നദികൾ. ശോണം എന്ന നദം, അവിടെയൊക്കെ സ്നാനം ചെയ്ത് ഗയയിലേക്ക് എത്തി. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ബലരാമസ്വാമി ബ്രാഹ്മണ ഭോജനാദികൾ മാത്രം നടത്തി. സത്യത്തിൽ ഗയയിൽ പോവാൻ എന്തിനാ? ശ്രാദ്ധമൂട്ടാൻ വേണ്ടിയിട്ടാണ്. പിണ്ടം വെക്കേണ്ട കാര്യമില്ല, കാരണം അച്ഛനമ്മമാര് ജീവിച്ചിരിക്കുന്നു. അപ്പോ ഗംഗാനദി സമുദ്രത്തിൽ ചേരുന്ന സ്ഥലത്ത് ചെന്ന് അവിടെ ഉപസ്പൃശ്യ മഹേന്ദ്രാദ്രൗ രാമം ദൃഷ്ട്വാഭിവാദ്യ ച സപ്തഗോദാവരിം വേണാം പമ്പാം ഭീമരഥിം തഥാ ഉപസ്പൃശ്യ, ആ ഗംഗാസാഗര സംഗമത്തിൽ ആ സ്നാനം ചെയ്തിട്ട് മഹേന്ദ്രാദ്രൗ, മഹേന്ദ്രപർവ്വതത്തിൽ രാമം ദൃഷ്ടുവ, ഏത് രാമന മഹേന്ദ്രപർവ്വതത്തിൽ തപസ് ചെയ്യണത്? പരശുരാമൻ, തന്റെ തന്നെ അംശമായിരിക്കുന്ന പരശുരാമനെ കണ്ടിട്ട് അഭിവാദ്യച, നമസ്കരിച്ചിട്ട് സപ്തഗോദാവരിം, സപ്തഗോദാവരി, ഗോദാവരി 7 കൈവഴികളായി സമുദ്രത്തിൽ ചേരുന്ന സ്ഥലം, അതാണ് സപ്തഗോദാവരി. അവിടെ ചെന്ന് വേണാം പമ്പാം ഭീമരഥിം, അവിടുന്ന് വേണാനദി, പമ്പ, ഭീമരഥി എന്നീ നദികളിൽ ചെന്ന് സ്നാനം ചെയ്തു എന്നും അവിടെ പറയുന്നു. ഇങ്ങനെ ആ ബലരാമസ്വാമിയുടെ തീർത്ഥയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കിപ്പോ നിർത്തേണ്ട സമയമായിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ബലരാമസ്വാമിയുടെ തീർത്ഥയാത്രയുടെ മറ്റ് ഘട്ടങ്ങൾ നാളെ അനുസ്മരിക്കാം. നാളെയും കഴിഞ്ഞ് മറ്റന്നാളത്തോടു കൂടിയാണ് നമുക്ക് സാക്ഷാൽ ഭക്തനായിരിക്കുന്ന സുദാമാവിന്റെ അല്ലെങ്കിൽ ശ്രീദാമാവിന്റെ, നമുക്കൊക്കെ കുചേലൻ എന്ന് തോന്നുന്ന ആ പ്രിയ ഭക്തന്റെ 4 പിടി അവിലിന്റെ കഥ, ഭഗവാന്റെ അലിവിന്റെ കഥയായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ഭഗവാൻ സാധിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. നമുക്ക് ഇപ്പോ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി, സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു, കണ്ണ ആരാധിക്കുന്നു.
രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു
മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.